നമസ്കാരം കൂട്ടുകാരെ. പാവപ്പെട്ടവന് ചെയ്യാൻ പറ്റിയ 4 ബിസിനസ്, സ്മോൾ ബിസിനസ്. ഈ ബിസിനസ് ഞാൻ വെറുതെ എന്ന് പറയല്ല, മൊബൈൽ ഫോൺ റിപ്പയർ ആൻഡ് അസസറീസ്. അപ്പൊ ഈ ഒരു മൊബൈൽ റിപ്പയർ ആൻഡ് അസസറീസിന്റെ ആ ഒരു ബിസിനസിനെ പറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വൈ ദിസ് ബിസിനസ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നത്. 2, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇതിനകത്ത് നമ്മൾക്ക് എന്താണ്, നമ്മൾ തുടങ്ങാൻ നേരത്ത് എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. 3ാമത് ഹൈ പ്രോഫിറ്റ് അസസറീസ്. ഇതിനകത്ത് കിട്ടുന്ന, അതായത് ഇതിന്റെ അസസറീസ് എന്തൊക്കെയാണ്, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന അസസറീസ് എന്താണ്. സർവീസ് ടു ഓഫർ. ചില കടകളിലൊക്കെ ഉണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ചില ഓഫർ ഉണ്ട്, അതെന്തൊക്കെയാണ്. 5ാമത്തെ കാര്യം പ്രോഡക്റ്റ് ടു സെൽ. നിങ്ങൾ ഏതൊക്കെ പ്രോഡക്റ്റ് ഇതിനകത്ത് സെൽ ചെയ്യാൻ പറ്റും. അതുകൂടാതെ റിപ്പയർ, റിപ്പയർ ചെയ്യാൻ ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് മൊബൈൽ കടയിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ടൈപ്പിക്കൽ സർവീസ് ചാർജസ്. നിങ്ങളുടെ സർവീസ് ചാർജസ് എന്തായിരിക്കണം. ഞാൻ എല്ലാ ഈ A to Z ഞാൻ കാര്യങ്ങൾ നിങ്ങളെ പോയിന്റ് വൈസ് ഇതിനെ പറ്റിയൊക്കെ ഞാൻ വിപുലമായിട്ട് താഴെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹെഡിങ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം ഒരു സംശയം വരും, മൊബൈൽ റിപ്പയർ അല്ലെങ്കിൽ അസസറീസിന്റെ കടയിട്ടാൽ എനിക്കറിയത്തില്ല മൊബൈൽ റിപ്പയർ ചെയ്യാൻ, അതിന് നിങ്ങൾക്കുള്ള പോംവഴി. അപ്പം അതിനുള്ള ഒരു പരിഹാരവും ഞാൻ പറയുന്നുണ്ട്. മൊബൈൽ റിപ്പയർ ചെയ്യാൻ അറിയത്തില്ല, പക്ഷെ അത് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അതെങ്ങനെയാന്നുള്ള കാര്യവും ഞാൻ താഴെ പറയുന്നുണ്ട്. ബെസ്റ്റ് ഷോപ്പ് ലൊക്കേഷൻ. നിങ്ങളുടെ ഷോപ്പ് എവിടെ ആയിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും അടുത്തുള്ള ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ലൊക്കേഷൻ വരുന്നത് ഷോപ്പ് ഇടാൻ പറ്റി. ഷോപ്പ് ഇടുകയാണെങ്കിൽ, ഇല്ല നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ ഒരു ബോർഡിന്റെ ഒരു കാര്യമേ. റിപ്പയർ സർവീസ്. ഏതൊക്കെയാണ് റിപ്പയർ സർവീസ്. ടൈപ്പിക്കൽ സർവീസ് ചാർജസ് ഏതൊക്കെയാണ്. സ്കിൽ റിക്വയർഡ്. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്കിൽ റിക്വയർഡ് ഏതൊക്കെ സ്കിൽ, അതായത് നമ്മൾ ഇതിന് റിപ്പയർ അസസറീസ് വിൽക്കാൻ നമുക്ക് വലിയ കാര്യമല്ല, പക്ഷെ സ്കിൽ റിക്വയർഡ്. നമ്മൾ മൊബൈൽ റിപ്പയർ ചെയ്യുന്നതിന് സ്കിൽ വേണം. അതെങ്ങനെ, നിങ്ങൾ തന്നെ ചെയ്യണം. വേറൊരാളെ ഇരുത്തി ചെയ്ത് ശമ്പളം കൊടുത്താൽ നമുക്ക് ആദ്യം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ അത് റിപ്പയർ ചെയ്ത് കൊടുക്കണം. അതിനുള്ള ഒരു കഴിവ് എങ്ങനെ കിട്ടും, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ഷോപ്പ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു. മന്ത്ലി എക്സ്പെൻസസ്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി എന്തുമാത്രം എക്സ്പെൻസസ് വരും. എക്സ്പെക്ടഡ് മന്ത്ലി പ്രോഫിറ്റ്. നിങ്ങളുടെ മന്ത്ലി ആ ഒരു 1000 രൂപ നിങ്ങൾ മുടക്കുകയാണ്, നിങ്ങളുടെ പ്രോഫിറ്റ് എത്ര, 500 ആണോ 1000 ആണോ 2000 ആണോ, അത് നമുക്കറിയാൻ പറ്റും. ഹൗ ടു ഗെറ്റ് കസ്റ്റമർ. നിങ്ങൾ കസ്റ്റമറിനെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ലൈസൻസസ് റിക്വയർഡ്. ഇതിന് വല്ല ലൈസൻസ് വേണോ, അത് നമുക്ക് എങ്ങനെ ഒപ്പിക്കാം, എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. റെക്കമെൻഡഡ് സ്റ്റാർട്ട് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം നോക്കാം വൈ ദിസ് ബിസിനസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാവരുടെ കയ്യിലും, ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. അതായത് നമ്മൾ ഇത് എങ്ങും ആരുടെ അടുത്തും കൊണ്ടുപോകേണ്ട. നമ്മുടെ കടയിൽ കസ്റ്റമർ വരും, കവർ ചേഞ്ച് ചെയ്യും, ചാർജർ ചേഞ്ച് ചെയ്യും, ടെമ്പേർഡ് ഗ്ലാസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത്, അതായത് സ്ക്രീൻ ഗാർഡ്, അത് ചേഞ്ച് ചെയ്യും. അതിന്റെ ഇയർഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം ഹയർ പ്രോഫിറ്റ് മാർജിനാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ വരുന്നത്. അതായത് ഒരു സ്മാൾ സെറ്റപ്പിന് വേണ്ടിയിട്ട് നമുക്ക് 50,000 തൊട്ട് 75,000 വരെ നമുക്കൊരു ഇൻവെസ്റ്റ് വരുന്നുണ്ട്. ഇനിഷ്യൽ അസസറീസ് സ്റ്റോക്ക്, നമ്മൾ വിൽക്കാനുള്ള അസസറീസിന്റെ, മൊബൈലിന്റെ അസസറീസിന്റെ ആ ഒരു കോസ്റ്റ് 25,000 തൊട്ട് 40,000 വരെ വരാം. റിപ്പയർ ടൂൾസ് 10,000 തൊട്ട് 15,000 വരെ. ഷോപ്പ് സെറ്റപ്പ് ആൻഡ് സൈൻ ബോർഡ് 10,000 തൊട്ട് 15,000 രൂപ. ഈ ഞാൻ പറയുന്ന കണക്ക് ആക്യുറേറ്റ് അല്ല, പക്ഷെ വളരെ 99% അടുത്ത് നിൽക്കുന്ന കണക്കുകളാണ് ഞാൻ പറയുന്നത്. അതായത് ഏത് പ്രോഡക്റ്റ് ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് സെല്ലാകുന്നത്. മൊബൈൽ കവർ നമുക്ക് വിൽക്കാൻ പറ്റും. ടെമ്പേർഡ് ഗ്ലാസ്, ഇതിന്റെ ഗ്ലാസ് ഗാർഡ് ഉണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റും. USB ചാർജിങ് കേബിൾ ഉണ്ട് നമുക്ക്, USB ചാർജിങ് കേബിൾ. അതുപോലെ തന്നെ ചാർജർ കേബിൾസ്, ഫാസ്റ്റ് പെട്ടെന്ന് ചാർജ് ചെയ്യുവാനുള്ള പ്രത്യേകമുണ്ട്. ഇയർഫോൺ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, അതുകൂടാതെ ഇയർബഡ്സ് ഉണ്ട്, സ്മാർട്ട് വാച്ചസ് ഉണ്ട്, പവർ ബാങ്ക് ഉണ്ട്, സെൽഫി സ്റ്റിക്ക് ഉണ്ട്, മൊബൈൽ സ്റ്റാൻഡ് ഉണ്ട്. ഈ ഒരു സാധനം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡെയിലി കച്ചവടം ഉള്ള സാധനങ്ങളാ. അത് മെയിനായിട്ട് ഇതിനകത്ത് കടം, നിങ്ങളുടെ മൊബൈൽ കടയിൽ വന്ന് നിങ്ങളോട് ആരെങ്കിലും കടം ചോദിക്കുക ഒരിക്കലും ഇല്ല. പൈസ തന്ന് നിങ്ങൾ ചെയ്യുന്ന വർക്കിനും നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിനും ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടും. നിങ്ങൾ ഒരു കവറേ നിങ്ങൾക്ക് വിട്ടുള്ളെങ്കിലും നിങ്ങളുടെ ആ പ്രോഫിറ്റിനോട് കൂടി നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ വരും. അതിന് ആരോട് നിങ്ങൾ കടം പോകത്തില്ല. നിങ്ങൾ ആരുടെയും പുറകെ അതിനുവേണ്ടി നടക്കേണ്ട കാര്യമില്ല.
ഇനി നമുക്ക് നോക്കാം റിപ്പയർ സർവീസ്. നിങ്ങൾ റിപ്പയർ സർവീസ് ചെയ്യുകയാണ്, അത് ഏതെല്ലാം കാര്യത്തിൽ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ റിപ്ലേസ്മെന്റ് ഉണ്ട്, ബാറ്ററി റിപ്ലേസ്മെന്റ് ഉണ്ട്, ചാർജിംഗ് പോർട്ട് റിപ്പയർ ഉണ്ട്, സ്പീക്കർ ആൻഡ് മൈക്രോഫോൺ റിപ്പയർ ഉണ്ട്, ക്യാമറ റിപ്ലേസ്മെന്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ആൻഡ് അപ്ഡേറ്റ് ഉണ്ട്, ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ട്. ഫോൺ അൺലോക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലീഗലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആരുടെയെങ്കിലും അവൻ കട്ടെടുത്തോണ്ട് വരുന്ന ഫോൺ നമ്മൾ അൺലോക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പെടലിക്ക് വരുന്ന ആളെ. അതുകൊണ്ട് ഈ ഒരു കാര്യം അവസാനത്തെ ഫോൺ അൺലോക്കിംഗ് നിങ്ങൾ വിട്ട്. ഇനി ഇതിന് സ്കിൽ റിക്കേർഡ് വേണം, നിങ്ങൾ സ്കില്ലായിരിക്കണം, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുന്നത് ലേൺ ബേസിക് മൊബൈൽ ഹാർഡ്വെയർ. നിങ്ങൾ ബേസിക് മൊബൈൽ ഹാർഡ്വെയറിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ട്രബിൾ ഷൂട്ടിംഗ്, അതായത് ആൻഡ്രോയിഡ് ഫോണിൽ എന്തെങ്കിലും ട്രബിൾ വന്നാൽ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 to 3 month ട്രെയിനിങ് കോഴ്സ് ക്യാൻ ഹെൽപ്പ് യു ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ അതായത് 1-2 മാസം നിങ്ങൾ ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു സ്കില്ലാകും. കാര്യം നിങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ 2 മാസമൊക്കെ കൊണ്ട് നിങ്ങൾ നല്ല സ്കില്ലാകും മൊബൈൽ റിപ്പയർ ചെയ്യാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എവിടെ, ഞാൻ എന്റെ ഷോപ്പ് ഇടും? നിങ്ങളുടെ വീട്ടിൽ സൗകര്യമുണ്ട്, അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇടുക. ഒരു വലിയ ബോർഡ് ഉണ്ടാക്കി നിങ്ങൾ വീട്ടിന്റെ ഫ്രണ്ടിൽ വെക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം ഷോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. കുറച്ച് ദിവസത്തേക്ക്, ഫസ്റ്റിലെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യുക. അതായത് ഏറ്റവും കൂടുതൽ വിറ്റുപോകാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, കോളേജ് ആൻഡ് ട്യൂഷൻ സെന്ററിന്റെ സമീപം, ബിസി മാർക്കറ്റ് ജംഗ്ഷൻ, ചില മാർക്കറ്റ് ജംഗ്ഷൻ ഉണ്ട് അതിന്റെ അടുത്ത്, റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത്, റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ മിക്സഡ് ഏരിയ, അതായത് റെസിഡൻസും കടകളും വീടുകളും ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുക. റെന്റ് നിങ്ങൾ വീട്ടിലാ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് റെന്റ് കൊടുക്കണം. റെന്റ് നിങ്ങൾക്ക് 5000 തൊട്ട് 15000 രൂപ വരെ. നിങ്ങൾ റെന്റ് കൊടുക്കേണ്ട കാര്യം നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്നെങ്കിൽ പിന്നെ റെന്റ് എന്തിനാ കൊടുക്കും? ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് 1000 തൊട്ട് 2000 രൂപ, ഇന്റർനെറ്റ് നിങ്ങൾക്ക് 500 തൊട്ട് 1000 രൂപ. ഇത് ഇത്രയും പോലും ആകത്തില്ല. മിസേലിനിയസ് നിങ്ങൾക്ക് 1000 തൊട്ട് 2000, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ, ഇതെല്ലാം കൂടെ കൂടിയാണ് ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന 50000 രൂപ തൊട്ട് 75000 രൂപ വരെ ഞാൻ കണക്ക് പറഞ്ഞ് നിങ്ങൾ കൂട്ടി നോക്കുക. ഏതാണ്ട് അതിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ വരും. എക്സ്പെക്ടഡ് മന്ത്ലി പ്രോഫിറ്റ് ആണ്. ന്യൂ ഷോപ്പ് ഫസ്റ്റ് 3 to 6 months നിങ്ങൾക്ക് 10000 തൊട്ട് 25000 വരെ അസസറീസിൽ നിന്ന് മാത്രം കിട്ടും. അതായത് ന്യൂ ഷോപ്പ് ഇട്ട് നിങ്ങൾ 3 മാസം തൊട്ട് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അസസറീസിന്റെ മാത്രം പ്രോഫിറ്റ് ആണ് 10000 തൊട്ട് 25000 രൂപ വരെ നിങ്ങൾക്ക്. റിപ്പയർ പ്രോഫിറ്റ്, അതായത് റിപ്പയർ ചെയ്യുന്നതിന് 5000 തൊട്ട് 2000 വരെ കിട്ടും. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തുടക്കത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് 1 മാസം തൊട്ട് 3 മാസത്തിനുള്ളിലുള്ള കാര്യമാണ് പറയുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15000 തൊട്ട് 45000 രൂപ പെർ മന്ത്. ഇത് തീർച്ചയാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയാണ് അസസറി പ്രോഫിറ്റ് 20000 തൊട്ട് 50000 വരെ, റിപ്പയർ പ്രോഫിറ്റ് 20000 തൊട്ട് 60000 രൂപ. ടോട്ടൽ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40000 തൊട്ട് 1 ലക്ഷം രൂപ വരെ മന്ത്ലി നിങ്ങൾ നല്ല കണക്ക് നടക്കുകയാണെങ്കിൽ. ഓരോ നമ്മുടെ എങ്ങനെയാ ബിസിനസ് പോകുന്നത്, ഇതിലൊക്കെ മെയിൻ കാര്യം നമ്മുടെ ടൈമാണ്. ആ ടൈമിംഗ് ശരിയായില്ല നമുക്കൊന്നും ശരിയാകുന്നില്ല. കസ്റ്റമറെ എങ്ങനെ കിട്ടും ലാസ്റ്റ്, അതാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള. കസ്റ്റമറെ നിങ്ങൾക്ക് ക്രിയേറ്റ് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ബിസിനസ് അക്കൗണ്ട് തുറന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് യുവർ ഷോപ്പ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഈ ഷോപ്പ് കാണിക്കാൻ പറ്റും. ഓഫർ ഫ്രീ സ്ക്രീൻ ഗാർഡ് ഇൻസ്റ്റലേഷൻ വിത്ത് പർച്ചേസ്. ഏതെങ്കിലും അസസറീസ്, അല്പം വിലയുള്ള അസസറീസ് പർച്ചേസ് ചെയ്താൽ സ്ക്രീൻ ഗാർഡ് നിങ്ങൾ അതൊരു ഓഫർ കൊടുക്കുക. പ്രൊവൈഡ് ഹോം പിക്കപ്പ് ആൻഡ് ഡെലിവറി ഫോർ റിപ്പയർ. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ ഇടുക. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നും പൈസ കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് ഇത് അഡ്വർടൈസ്മെന്റ് ആകും, പരസ്യമാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു. നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സമയം ഇച്ചിരി എടുത്ത്, പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞത്. നല്ല ഈ ബിസിനസ് ഉണ്ടായിട്ടും അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കത്തില്ല. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇത് കേട്ടിട്ട് എന്നെ തെറി പറയാൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തെറി പറയാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു അഗൈൻ.